കുട്ടികളിലെ അപ്രാക്സിസ് സ്പീച്ചിൻ്റെ 9 സൈൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത്. അപ്പം ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നതാണ് ഇൻകൺസിസ്റ്റൻ്റ് എറേഴ്സ്. അതായത് ഓരോ തവണയും കുഞ്ഞുങ്ങൾ ഓരോ വാക്കുകൾ പറയുമ്പം വ്യത്യസ്ത രീതിയിലായിരിക്കും അവർ പറയുന്ന വാക്കുകൾ. ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ കൈ വേവ് ചെയ്യുമ്പം ബൈ എന്നാണ് പറയുന്നത്, പക്ഷേ പിന്നീട് ഒരു സമയത്ത് ബൈക്ക് പകരം ഞാൻ ബേബി എന്നായിരിക്കും പറയുന്നത് കൈ വേവ് ചെയ്യുമ്പോൾ. പിന്നെ രണ്ടാമത്തെയാണ് ഡിഫിക്കൽട്ടി വിത്ത് ട്രാൻസിഷണൽ മൂമെൻറ്റ്സ്. അതായത് നമ്മുടെ ശബ്ദങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പോസസ് ബിറ്റ്വീൻ സൗണ്ട്സ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പാവ എന്നൊരു വാക്കാണെങ്കിൽ ചിലപ്പോൾ പാ അവ, അതായത് സ്റ്റക്ക് ബിറ്റ്വീൻ സിലബിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മൂന്നാമത്തെയാണ് ഇൻകൺസിസ്റ്റൻറ്റ് സ്ട്രെസ്സും പ്രൊസോഡിയും. അതായത് റോബോട്ടിക് ആയിട്ടുള്ള സ്പീച്ച്, മൊണോട്ടണസ് ആയിട്ടുള്ള സ്പീച്ച്, അല്ലെങ്കിൽ ഒരു റോങ് സ്ട്രെസ്സ് രീതിയിലാണ് നമ്മൾ പറയുന്ന സ്പീച്ചിൻ്റെ പ്രൊഡക്ഷൻ എങ്കിൽ അതൊരു സൈനാണ്. ഉദാഹരണത്തിന് ബനാന എന്ന് പറയുമ്പോൾ ന അങ്ങനെ. പിന്നെ നീളമുള്ള വാക്കുകൾ ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതായത് ഡിഫിക്കൽട്ടി വിത്ത് മൾട്ടി സിലബിക് വേർഡ്സ്. നീളം കൂടുന്തോറും അവർ പറയുന്ന വേർഡിൻ്റെ എറർ കൂടും. അതായത് എത്രത്തോളം ലോങ്ങറാണോ വേർഡ് അത്രത്തോളം ഹാർഡർ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് പറയാൻ. പിന്നെയാണ് ഇപ്പം ബട്ടർഫ്ലൈ എന്നൊരു വാക്ക് ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഫ്ലൈ എന്നാവും. അതായത് സൗണ്ടോ ഫോണീമോ എല്ലാം ഒമിറ്റ് ചെയ്യുന്നൊരവസ്ഥ. പിന്നെയാണ് വവൽ സൗണ്ടിൻ്റെ ഡിസ്റ്റോർഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, വവൽ സൗണ്ട്സ് ഇങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയിപ്പോവും. ഉദാഹരണത്തിന് പാലെന്ന് പറയുമ്പോൾ ചിലപ്പം പേല് എന്നായിപ്പോവും. പിന്നെ അതേപോലെയാണ് ആറാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നതാണ് ഇൻകൺസിസ്റ്റൻറ്റ് വോയിസിങ് എറേഴ്സ്. അതായത് കുഞ്ഞുങ്ങൾക്ക് വോയിസ്ഡും അൺവോയിസ്ഡും സൗണ്ട് തമ്മിലുള്ളൊരു കൺഫ്യൂഷൻ. ഉദാഹരണത്തിന് ഇപ്പോൾ പന്തെന്ന് പറയുന്നതിന് പകരം ബന്തെന്ന് പറയാം, ടൂവിന് ഡൂ എന്ന് പറയാം, പിഗിന് ബിഗ് എന്ന് പറയാം. പിന്നെ ഏഴാമത്തെ ഒരു സൈനാണ് ഗ്രോപ്പിംഗ് എറേഴ്സ്. അത് യൂഷ്വലി നമ്മൾ CS ഉള്ള കുഞ്ഞുങ്ങളിൽ കാണും. അതായത് ഒരു ട്രയൽ ആൻഡ് എറർ മൗത്ത് മൂവ്മെൻറ്റ്സ്. അമ്മ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അമ്മ എന്ന് പറയുമ്പം എങ്ങനെ വെക്കും, അല്ലെങ്കിൽ എങ്ങനെ പറയും, ഒരു സെർച്ചിങ് ഫോർ മൗത്ത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എട്ടാമത്തെയാണ് സ്ലോ റേറ്റ് ഓഫ് സ്പീച്ചും പിന്നെ ഇൻട്രൂസീവ് ഷ്വായും. അതായത് ഓരോ വാക്കുകൾ പറയുമ്പോഴും അവർ ഒരു ഒരു വവൽ അഡീഷൻ. ഉദാഹരണത്തിന് ഇപ്പം ഗ്ലൂ എന്ന് പറയുമ്പം ഗുളു, അല്ലെങ്കിൽ ബെഡിന് ബെഡു, അങ്ങനെ അവർ പറയാം. പിന്നെയാണ് ഇമിറ്റേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ അമ്മ എന്ന് പറയാൻ പറഞ്ഞാൽ അവർക്ക് പാടായിരിക്കും, പക്ഷേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണം, അമ്മയെടുത്ത് പോകണമെങ്കിൽ അമ്മ എന്ന് വിളിച്ചവർ പോകും. അതായത് ഓൺ ഡിമാൻഡ് ഇമിറ്റേഷൻ, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് തിരിച്ചത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇത് നമ്മൾ വീണ്ടും അവരെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്നാ പറ്റും, അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനും കോഗ്നിറ്റീവ് ഓവർലോഡായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. സോ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക.